പ്രിയപ്പെട്ട തിരുവോണ നക്ഷത്രക്കാരെ, 2025 വർഷം നിങ്ങൾക്ക് എപ്രകാരമായിരിക്കും എന്നതിനെക്കുറിച്ചുള്ള ഒരു പൊതുഫലമാണ് ഞാനിവിടെ പറയുന്നത്. 2025 വർഷം തിരുവോണ നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം പുതിയ നേട്ടങ്ങൾ കൈവരിക്കാനും പ്രതീക്ഷകൾക്ക് വക നൽകുന്നതുമായിട്ടുള്ള ഒരു വർഷമായി തന്നെ കണക്കാക്കാവുന്നതാണ്. കഴിഞ്ഞ കാലയളവുകളിൽ പൂർത്തീകരിക്കാൻ സാധിക്കില്ല എന്ന് കരുതി നിർത്തിവച്ചിട്ടുള്ള ചില കാര്യങ്ങൾ ഈ വർഷം പൂർവാധികം ശക്തിയോടെ പുനരാരംഭിക്കുന്നതിനും വളരെ വിജയകരമായി പൂർത്തീകരിക്കുന്നതിനുമുള്ള അവസരമുണ്ടാകുന്നതാണ്. സർക്കാർ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് തൊഴിലിൽ പുരോഗതിയും സ്ഥാനക്കയറ്റവും പ്രതീക്ഷിക്കാവുന്നതാണ്. വർഷങ്ങളായി കണ്ടുമുട്ടാൻ സാധിക്കാത്ത വേണ്ടപ്പെട്ട പലരെയും കണ്ടുമുട്ടുന്നതിനും സൗഹൃദം പുനരാരംഭിക്കുന്നതിനുമുള്ള അവസരം ഉണ്ടാകുന്നതാണ്. സമൂഹത്തിൽ ഉന്നത സ്ഥാനത്ത് പ്രവർത്തിക്കുന്ന ചിലരെ പരിചയപ്പെടുന്നതിനും അവരിലൂടെ മികച്ച നേട്ടങ്ങൾ കൈവരിക്കുന്നതിനുമുള്ള അവസരമുണ്ടാകുന്നതാണ്. കുടുംബജീവിതത്തിൽ ഉത്തരവാദിത്തരാഹിത്യവും ധനച്ചിലവുകളും മൂലം ചിലപ്പോൾ പഴി കേൾക്കേണ്ടി വന്നേക്കാം. കലാസാഹിത്യ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ഈ വർഷം മികച്ച അവസരങ്ങൾ കൈവരുന്നതാണ്. ധാരാളം പുരസ്കാരങ്ങളും അനുമോദനങ്ങളും ലഭിക്കുവാനുള്ള സാധ്യത കാണുന്നു. വിദ്യാർത്ഥികൾക്ക് തങ്ങളുടെ കലാകായികപരമായ കഴിവുകളും വിദ്യാഭ്യാസവും മികച്ച രീതിയിൽ കൊണ്ടുപോകാൻ സാധിക്കുന്നതാണ്. പല മികച്ച നേട്ടങ്ങളും കൈവരിക്കാൻ ഈ വർഷം അവസരമുണ്ടാകുന്നതാണ്. പുതിയ വാഹനം വാങ്ങുന്നതിനും ഗൃഹനിർമ്മാണത്തിനും ഗൃഹം മോടി പിടിപ്പിക്കുന്നതിനുമുള്ള അവസരം ഉണ്ടാകുന്നതാണ്. വർഷങ്ങളായി കേസിൽപ്പെട്ട് കിടന്നിരുന്നതോ ഇനി ലഭിക്കുകയില്ല എന്ന് കരുതിയതോ ആയ പൂർവിക സ്വത്ത് കൈവരുന്നതിനുള്ള സാധ്യത കാണുന്നു. ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് പുതിയ ആശയങ്ങൾ നടപ്പിൽ വരുത്തുന്നതിലൂടെ മികച്ച നേട്ടങ്ങൾ കൈവരിക്കാനുള്ള അവസരമുണ്ടാകുന്നതാണ്. പഴകിയ ഭക്ഷണമോ ഭക്ഷണ വൈകല്യമോ മൂലം ഉദരരോഗങ്ങൾക്ക് സാധ്യത കാണുന്നു. ജാഗ്രത പുലർത്തുക. വളരെ കാലമായി അലട്ടിക്കൊണ്ടിരുന്ന ആരോഗ്യ പ്രശ്നങ്ങൾക്ക് പുത്തൻ ചികിത്സാരീതിയിലൂടെ രോഗശമനമുണ്ടായി വരുന്നതാണ്. കുടുംബത്തിൽ ചില മംഗളകാര്യങ്ങൾക്ക് സാക്ഷ്യം വഹിക്കുവാനുള്ള അവസരവും ലഭ്യമാകുന്നതാണ്. വളരെ കാലമായി വിവാഹം വൈകിയവർക്കും വിവാഹത്തിനായി താല്പര്യമെടുക്കുന്നവർക്കും ഈ വർഷം അനുകൂലമായ തീരുമാനങ്ങൾ കൈക്കൊള്ളാൻ സാധിക്കുന്നതാണ്. വളരെ കാലമായി ആഗ്രഹിച്ചിരുന്ന ദീർഘദൂര യാത്രകൾക്ക് സാധ്യത കാണുന്നു. അപ്പോൾ തിരുവോണ നക്ഷത്രക്കാരെ, നിങ്ങളുടെ 2025 വർഷത്തെ സാമാന്യ ഫലമാണ് ഞാനിവിടെ പറഞ്ഞിട്ടുള്ളത്. ഇവയിൽ ഗുണപരമായതും ചില ദോഷഫലങ്ങളും പരാമർശിച്ചിട്ടുണ്ട്. ഇവയിൽ ഗുണഫലങ്ങൾ നിങ്ങൾക്ക് ഈശ്വരാനുഗ്രഹത്താൽ കൈവരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊള്ളുന്നു. ദോഷപരിഹാരാർത്ഥമായി മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ഏകാദശി തോറും പാൽപായസം കഴിപ്പിക്കുന്നതും ശിവക്ഷേത്രത്തിൽ കൂവളമാല സമർപ്പിക്കുന്നതും മാസത്തിൽ 11 എന്ന കണക്കിന് ജലധാര കഴിക്കുന്നതും ഭസ്മാഭിഷേകം നടത്തുന്നതും ദേവീക്ഷേത്രത്തിൽ സിന്ദൂരാർച്ചന നടത്തുന്നതും ഭദ്രകാളിക്ക് രക്തഹാരം സമർപ്പിക്കുന്നതും ഗുണകരമാകുന്നു. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒരു ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. ഇതൊരു ചെറിയ ചാനലാണ്. ഇതിൽ നിങ്ങളുടെ പ്രോത്സാഹനം വളരെ അത്യാവശ്യമാണ്. അപ്പോൾ മറ്റൊരു വീഡിയോയിലൂടെ മറ്റൊരു വിഷയവുമായി വീണ്ടും കണ്ടുമുട്ടാം. കൃഷ്ണ ഗുരുവായൂരപ്പ, ഏവർക്കും നന്മകൾ വരട്ടെ.